എൻ്റെ പരിശീലന അനുഭവങ്ങൾ പറയുന്ന സീരീസ് നമ്പർ 2, എപ്പിസോഡ് നമ്പർ 2. ആദ്യത്തെ എപ്പിസോഡിൽ ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ എപ്പിസോഡിൽ ഇവർ പറഞ്ഞ എന്തെങ്കിലും ബൂങ് ബാങ് എന്നൊക്കെ പറയുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്രാവശ്യം വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടായ, കഴിഞ്ഞ പ്രാവശ്യം പോസിറ്റീവായിരുന്നു കേട്ടോ റിസൾട്ട് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഗൾഫിൽ ഒരു സ്കൂളിൽ പ്രോഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ പോയിട്ട് അങ്ങോട്ട് ചെന്ന് പ്രോഗ്രാം ചോദിക്കുന്നൊരു സമയം, അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കും. ഞാനൊരു വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് പോയിട്ട് ഗൾഫിലെ സ്കൂളുകളിൽ പോയിട്ട് ഞാൻ നന്നായി ക്ലാസ് എടുക്കും, ഞാൻ എല്ലാവരും നന്നായി മോട്ടിവേറ്റ് ചെയ്യും, ഞാൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെയൊക്കെ ഈ പ്രിൻസിപ്പൽമാരുടെ അടുത്തൊക്കെ പോയി പറയും. അപ്പോൾ നമുക്ക് അവസരം തന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി എടുക്കാമല്ലോ. അങ്ങനെ എന്നിട്ട് അവർ എന്താണ് തരുന്നത് അത് വാങ്ങിച്ച് വരും. ഇതാണ് അന്നത്തെ കാലത്ത്, പഴയ കാലഘട്ടം. അങ്ങനെ നിരന്തരമായിട്ട് ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മോഹസിൻ സാറൊക്കെ ഉണ്ട്, പിന്നെ ഒരു മുസ്തഫ സാറ്, മോഡേൺ സ്കൂൾ മുസഫ, അങ്ങനെ കുറേ പേര്. ഈ സാറ് അബു സാലി, അതാണ് ആ സാറിൻ്റെ പേര്. അങ്ങനെ ഈ സാറ് ഞാൻ ഒരു പ്രാവശ്യം പോയി. അപ്പോൾ സാറ് അടുത്ത ആഴ്ച പോയോ, അടുത്ത ദിവസം പോയോ, ഞാൻ അടുത്ത ദിവസം പോയി. ഞാൻ പറഞ്ഞു സാറേ ഞാൻ നന്നായി എടുക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് പോയോ. ഇപ്പോൾ എന്നെ വിളിച്ച് സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും എല്ലാവരും. പക്ഷേ അന്ന് നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങനെ പോയി. അപ്പം എന്നോട് പെട്ടെന്ന് എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അതെ 2-3 ടീച്ചേഴ്സ് ലീവുണ്ട്, അഭിഷാദ് വന്നിട്ട് ഞാനൊരു 1 മണിക്കൂറിൻ്റെ സെഷൻ തരാം, അത് എടുത്തോ, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പൊക്കോ, പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് ഗൾഫിലൊരു പ്രോഗ്രാം ഇങ്ങനെ സ്കൂളിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സംഭവം കിട്ടും. ഞാൻ ആഞ്ഞു പിടിച്ചു. കാരണം കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു അവസരം കിട്ടാൻ. അപ്പം തന്നെ ഡ്രസ്സും മാറി ഞാനൊരു ടാക്സിയിൽ നേരെ സ്കൂളിലെത്തി. അവിടെ ചെന്ന് ഞാൻ ക്ലാസ് എടുത്തു. ക്ലാസ് ഞാൻ ആവേശത്തിലാണ് എടുക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനത്തില, നമുക്ക് പേടിയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ആ ഭയത്തെ നേരിടണം, നിരന്തരം പരിശ്രമിക്കണം, വിജയിക്കണം. വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം. എൻ്റെ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിജയത്തേക്കാൾ വലിയ പ്രതികാരമില്ല. ഇങ്ങനെയൊക്കെ പിള്ളേരോട് ഇങ്ങനെ പൊളിക്കണം ഇംഗ്ലീഷിലാട്ടോ. കാരണം അത് കോസ്മോപൊളിറ്റിക്, അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്, മലയാളികളുണ്ട്, ഓസ്ട്രേലിയക്കാരുണ്ട്, പിന്നെ എന്താ പറയുക പാകിസ്ഥാനികളുണ്ട്, ശ്രീലങ്കക്കാരുണ്ട്, എല്ലാ രാജ്യങ്ങളിലുള്ള മലയാളി കുട്ടികളാണ് കൂടുതൽ. ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നത് ഗംഭീരമായിട്ട്. എനിക്ക് തന്നെ ഭയങ്കര സംതൃപ്തിയായി. ക്ലാസ് എടുത്ത് വന്നു, പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ ഈ പ്രിൻസിപ്പലിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണം. ബാത്റൂമിലൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അഭിഷേക് നിൽക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ബാച്ചിനും കൂടി ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ പോയി ഇൻട്രാക്ട് ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ക്ലാസ്സിൽ ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ കുഡ് സീ സംബഡി ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവർ ഫീലിങ്സ് എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഫീലിംഗ് അറിയുന്ന ഒരാളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. അന്ന് നമ്മളിങ്ങനെ അവരങ്ങനെ കുട്ടികളെ മനസ്സിലാക്കി സംസാരിക്കുന്ന സമയം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, പ്രിൻസിപ്പിൾ വരുന്നു, എന്നെ കാണുന്നു, ടീച്ചർമാർ വന്നിട്ട് എന്നെ നോക്കുന്നു. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്നെ എല്ലാവരും വന്നിങ്ങനെ കാണുന്നു. അപ്പോൾ ഞാൻ ഇതെന്താ ഒരു ബഹളം, ഇതുവരെ ഇല്ലാത്തൊരു സംഭവം. നോക്കുമ്പോൾ പ്രിൻസിപ്പിൾ വന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ച് കുലുക്കുന്നു. എന്താ സംഗതി എന്നറിയാം, ഞാൻ ആദ്യം എടുത്ത ബാച്ചിലെ ക്ലാസ്സിൽ ഒരു കുട്ടി, അവൾക്ക് ശ്വാസം മുട്ടുണ്ട്, ആസ്മയുടെ അസുഖമുണ്ട്. ആ സ്കൂളിൽ അപ്പോൾ സ്പോർട്സ് ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ഡേ അതാണ് എനിക്ക് ക്ലാസ് കിട്ടാനും കാരണം. കുറേ പിള്ളേർ ഗ്രൗണ്ടിലും കുറേ പിള്ളേർ ഇവിടെയൊക്കെ അല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പിടിച്ച് എൻഗേജ് ചെയ്യിപ്പിക്കാനാണ് എന്നെ ക്ലാസ്സിൽ വിളിച്ചത്. അപ്പോൾ ഈ സ്പോർട്സ് ഡേയിൽ പങ്കെടുക്കാണ്ട്, ഈ ശ്വാസം മുട്ടുള്ള കാരണം ഒന്നിലും പങ്കെടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന, വർഷങ്ങളായിട്ട് അസുഖക്കാരി എന്ന ലേബലിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ ഈ ക്ലാസ്സിലുണ്ട്. അവൾ എൻ്റെ ക്ലാസ് കേട്ട് മോട്ടിവേഷനായി. അതായത് നമുക്ക് പറ്റൂല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവളത് അവളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവള് നേരെ പോയിട്ട് ഹൈ ജമ്പിന് പേര് കൊടുത്തു. ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സെക്കൻഡ് കിട്ടി. ഈ വിവരം
പ്രിൻസിപ്പളിനോട് ഇവള് വന്ന് പറയുന്നത്, അതായത് അസുഖക്കാരിയാണ്, അവൾക്ക് നടക്കാനും ഓടാനും ഒന്നിനും പറ്റില്ല, ആസ്മയാണ്, ചുമക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവൾക്കിത് ലോകത്തെ തെളിയിക്കാണ്ട് എന്തൊക്കെയോ. എന്തു പറയുന്നു, പ്രിൻസിപ്പൾ അവരുടെ പാരൻസിനെ വിളിച്ചു പറഞ്ഞു. ആ പാരൻസ് ആണെങ്കിൽ പിന്നീട് 400ഓളം എൻജിനീയേഴ്സ് വർക്ക് ചെയ്യുന്നൊരു വലിയ കമ്പനിയുടെ ഓണേഴ്സാണ്. അവരുടെ എന്നത്തെയും ഒരു ബുദ്ധിമുട്ടാണ്, വിഷമാണ് മോളുടെ ഈ അസുഖം എന്ന് അവർ പറഞ്ഞുണ്ടാക്കുന്ന സംഗതി. എന്നെ പാരൻസ് വിളിക്കുന്നു, പാരൻസൊക്കെ വണ്ടി എടുത്ത് വരുന്നു. പ്രിൻസിപ്പളിന് സന്തോഷം, ടീച്ചേഴ്സ് സന്തോഷം. ഈ കുട്ടി ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇമോഷണൽ മൂമെൻറ്റ്സ്. അന്ന് വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ, അതൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഒറ്റ പൊന്നു, പാരൻസ് വരുന്നു, എന്നെ കാണുന്നു. അയ്യോ, പിന്നെ എന്നോട് ചോദിക്കുന്നു, എന്താണ് സാറിൻ്റെ ആഗ്രഹം പറ. ഞാനാണെങ്കിൽ വിശന്നിരിക്കുക, എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മട്ടൻ മന്തി കഴിക്കണം, വേറൊന്നും പറയാൻ എനിക്ക് തോന്നില്ല. വിശന്നിരിക്കല്ലേ, മട്ടൻ മന്തി. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത്, ഇത് എന്ത് മനുഷ്യ, വല്ല വാച്ചും മൊബൈലൊക്കെ പറയാണ്ട്. അല്ല, അങ്ങനെ സമ്മാനം വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ തമാശയിൽ പറയാം. ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട, ഒന്നും സന്തോഷം. ഞാൻ അപ്പോൾ വലിയ സാറായി, സന്തോഷം. അങ്ങനെ അവരെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് മട്ടൻ ഇങ്ങനെ കിടത്തി അതൊക്കെ കഴിച്ച്, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച്. മോളിരിക്കുന്ന, മോള് സംസാരിക്കുക. അപ്പോൾ ഇവളുടെ കഥകൾ ഇങ്ങനെ പറയുന്നത്, ചെറുപ്പത്തിലേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ലേബലിംഗ് ആണ്. ലേബലിംഗ് നീ അസുഖക്കാരിയാണ്, നിന്നെ കൊണ്ട് പറ്റില്ല, അയ്യോ ശ്വാസം മുട്ടല്ലേ, ഇളകരുത്, നടക്കരുത്, പോകരുത്, ഇങ്ങനെയൊക്കെ. ചില സിനിമകളിലല്ലേ വയ്യാണ്ട് എടുക്കുന്ന അമ്മ, അല്ല ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വയ്യാണ്ട് എടുക്കുന്നു, നായകനോ നായികയോ വന്നിട്ട് അവരൊന്ന് പുറത്തിറക്കുന്നു. ആസിഫ് അലിയുടെ ഒരു സിനിമയിലുണ്ട്, ജനലൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ ഇവർ അസുഖം പകുതി തീരും. ഈ അസുഖക്കാരനാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതാണ് ഈ അസുഖം കൂടാൻ കാരണം. കുറേയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു ഉറപ്പ് കിട്ടണം. ഈ കുട്ടി പങ്കെടുത്തു എന്ന് മാത്രമല്ല, സെക്കൻഡ് അടിച്ചു. ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഭയങ്കര ഇമോഷണൽ മൊമെൻ്റായി. ഇപ്പോഴും ആ ഫാമിലിയായിട്ട് ഒരു കണക്ഷൻ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് അവളെ കഥകളിങ്ങനെ പറയാം. പലപ്പോഴും ഇങ്ങനെ ചെറുപ്പത്തിലെ ബന്ധുക്കളും മറ്റവരൊക്കെ അസുഖക്കാരി എന്ന് പറഞ്ഞിട്ടേ ഒരു പ്രോഗ്രാമിന് പോവില്ല, ഒരു കല്യാണ വീട്ടിൽ പോവില്ല, ഒരു ടൂറ് പോവില്ല, യാത്ര പോവില്ല. എപ്പോഴും ഉള്ള കൂടെ ആളും ഒക്കെ വേണം. പക്ഷേ അവൾ എന്നിട്ട് പറയാം, സോ ഐ വിൽ ഹാവ് ന്യൂ ലൈഫ്. ഇത് അവൾ ആഘോഷിക്കും. അവളെ ഫാദറും പറഞ്ഞു, ഇത് ഞങ്ങൾ ആഘോഷിക്കും. ഇവള് ഹൈ ജമ്പിൽ പങ്കെടുത്തു, അതായത് ശ്വാസമുട്ടുള്ള കുട്ടി ചാടി. അത് ഭയങ്കര ഒരു ബ്രേക്കിംഗ് ആയി ആ കുട്ടിയുടെ ലൈഫിൽ. അതിന് കാരണക്കാരനായത് എൻ്റെ ആ വാക്കുകളും, അതിന് കാരണമായത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ലൈഫൊന്ന് ശരിയാക്കാനും കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കിട്ടാനായിട്ട്. അപ്പോൾ ദാറ്റ് വാസ് സോ ഒത്തൻറ്റിക്. ഞാൻ പറയുന്ന സമയത്ത് ഞാനത് ഫീൽ ചെയ്തിട്ട് തന്നെ പറഞ്ഞു, കാരണം എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. അത് റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ അതാ പറഞ്ഞത്, ആ ജോലിയിലെ ഇപ്പം നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിലെ കുറേ അനുഗ്രഹങ്ങളാണ് അതൊക്കെ. ആ അന്നത്തെ ആ കുട്ടിയുടെ പേരൻസിൻ്റെയും ആ പ്രിൻസിപ്പളിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും നമുക്ക് ഇപ്പോഴും പിന്തുടർന്ന് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.